ഹലോ, ഇന്ന് നമുക്ക് ഇതുമാതിരത്തെ കട്ടൗട്ട് ഇമേജ് എങ്ങനെ ഇൻഷോട്ടിലും ക്യാൻവയിലും ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ഇൻഷോട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. കൊളാജിൽ ഗ്രിഡ് എന്നുള്ള ഓപ്ഷനിൽ 20 ഫോട്ടോസ് വരെ എടുക്കാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 4 ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലേഔട്ട്, ബോർഡർ, ക്യാൻവ, ടെക്സ്റ്റ്, അങ്ങനെയൊക്കെ ക്യാൻവാസ്. അതിൽ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനും സൂം ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണ്ട രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കാം, സൂം ചെയ്യാനൊക്കെ പറ്റും. ഇനി ഞാൻ ഈ ഒരു ടെംപ്ലേറ്റാണ് എടുക്കുന്നത്. ഇനി ബോർഡറിൽ പോയാൽ എഡ്ജസൊക്കെ നമുക്ക് ഇതുമാതിരി ഇതാക്കാനൊക്കെ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടതിൽ ഞാൻ എല്ലാം 0യിലാണ് ആക്കണത്. ഇനി അത് എക്സ്പോർട്ട് ചെയ്തിട്ട് ഫോട്ടോയിൽ പോയിട്ട് നമുക്ക് കട്ടൗട്ട് എടുക്കാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ഫോട്ടോ നമുക്ക് കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കുറച്ച് നീക്കിയാൽ അതിൽ കട്ടൗട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഇതിൽ തന്നെ ഏറ്റവും അറ്റത്തുള്ള ഓപ്ഷന് പോയാൽ ഇതുമാതിരി ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട് അവിടെ. നമുക്ക് കളറ് മാറ്റാനും പറ്റും. ഇനി ഞാൻ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ 9 to 90 വരെയാണ് ഞാൻ ആക്കൽ. അതാണ് ഞാൻ ആ ഒരു അഡ്ജസ്റ്റിലാണ് ചെയ്യൽ. ഇനി ആ ഫോട്ടോ നമുക്ക് എന്താക്കാം, എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ആൻഡ് വീണ്ടും ക്രിയേറ്റ് ന്യൂവിൽ പോയിട്ട് നമ്മൾ ആദ്യം ഗ്രിഡ് ചെയ്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അടിയിൽ സ്റ്റിക്കർ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ നിൽക്കുക. എന്നിട്ട് പ്ലസ്സിൽ പോയിട്ട് ഗാലറിയിലേക്ക് പോകും. നമ്മൾ കട്ടൗട്ട് ചെയ്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് സൂം ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇൻഷോട്ടിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലോണം സൂം ചെയ്തിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഇൻഷോട്ടിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി ക്യാൻവയിൽ ചെയ്യണം നോക്കാം. ഇൻഷോട്ടിൽ ചെയ്ത മാതിരി തന്നെയാണ് ഇതിലും. വൈറ്റ് വുഡിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്ലോഡിൽ ആൽബത്തിൽ പോയിട്ട് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ തന്നെ പോയിട്ട് കട്ടൗട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം, ആ ബോർഡർ ചെയ്ത് വെച്ച്. എന്നിട്ട് അത് നമ്മൾ ഒരു മിഡിലേക്ക് ആക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് നല്ലോണം ഒന്ന് സൂം ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ആക്കിയിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കി കൊടുക്കുക. എന്നിട്ട് എലമെൻറ്റ്സ് പോയിട്ട് വൈറ്റ് ഡൂഡിൽ ലൈൻസ് എന്ന് സെർച്ച് ചെയ്താൽ ഇതുമാതിരത്തെ ഒരുപാട് ഡൂഡിൽസൊക്കെ കാണാൻ പറ്റും. ആൻഡ് എൻ്റെ കയ്യിൽ പ്രൊവേഷൻ ഇല്ലാത്തതുകൊണ്ട് അത്ര നല്ലതൊന്നുമില്ല, ഒരു മിനിമം ആയിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് എടുക്കാൻ പറ്റും. ആൻഡ് ഇതുമാതിരി പ്രോ ഉള്ളതൊക്കെ നമുക്ക് ഒരു ബഡ്ജറ്റ് അടിക്കണം, എന്നാലേ എടുക്കാൻ കഴിയുള്ളൂ. എൻ്റേത് അതല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ജസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഇത് കളറ് മാറ്റുകയാണെങ്കിൽ നമുക്ക് വേണ്ട കളേഴ്സൊക്കെ അങ്ങനെ മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഇതുമാതിരി ഓരോന്ന് സെർച്ച് ചെയ്യുക, എടുക്കുക. വൈറ്റ് ഡൂഡിൽ ഹേർട്ട് എന്നൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാടുണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മളെ ഫോട്ടോ എസ്തെറ്റിക് ആക്കി എടുക്കുക. ആൻഡ് ഇതുമാതിരി ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യുക, എടുക്കുക. ആൻഡ് വൈറ്റ് ഡൂഡിൽ നിന്നൊക്കെ അടിച്ചാൽ ഒരുപാട് കിട്ടും. ആൻഡ് വീണ്ടും സെറ്റ് ചെയ്യുക, വീണ്ടും എലമെൻറ്റ്സ് പോവുക, അങ്ങനെ എടുക്കുക. ഒരുപാട് ഫോട്ടോസ് അങ്ങനെ കിട്ടും. ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ നമ്മളിങ്ങനെ നോക്കി നോക്കിയാൽ ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇനി കളറ് മാറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ കളറിൽ പോവുക, വേണ്ട കളേഴ്സൊക്കെ ആക്കുക. ഇതുമാതിരി ഡ്രാഗ് ചെയ്തിട്ട് വെച്ചെടുക്കുക. ഇനി ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് വെക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഹേർട്ടാണ് വെക്കുന്നത്. എന്നിട്ട് സെറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ എഡിറ്റിങ്. ഇനി വേറെ നമുക്ക് ടെക്സ്റ്റ് ഇട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ പ്രിൻ്റ് എടുക്കാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുമാതിരി ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു കട്ടൗട്ട് ഇമേജ് ഓക്കെ ആയി. അപ്പോൾ ഓക്കെ, ബൈ.